സംവിധായകൻ എം എ നിഷാദ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ നിഷാദ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹേമ കമ്മിറ്റി അതിന്റെ തുടർചലനങ്ങളിൽ ഇങ്ങനെ ആടി ഉലയുകയാണ്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അമ്മയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് സിദ്ദിഖ് രാജിവെച്ചിരിക്കുന്നു. പ്രതികരണം എങ്ങനെ? അതൊരു മാതൃകാപരമായ നടപടിയാണ്. കാരണം ഒരു ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ തന്നെ ആരോപണ വിധേയനായ ഒരാൾ അസ്ഥാനത്ത് ഒരു സംഘടനയുടെ സ്ഥാനമാണെങ്കിൽ പോലും അദ്ദേഹം രാജിവെച്ച് നല്ല കാര്യമായിട്ട് ഞാൻ കാണുന്നു. കാരണം സ്വാഭാവികമായിട്ടും ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹത്തിനെതിരായിട്ട് വന്നിരിക്കുന്നത്. അത് പക്ഷേ ഈ ഒരു നിലപാട് തന്നെ ഒരു രഞ്ജിത്വം കാണിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ചലച്ചിത്ര അക്കാദമി എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനം. സ്വാഭാവികമായിട്ടും അതിന്റെ തലപ്പത്ത് ഇരിക്കുന്ന ഒരാൾ അയാൾക്കെതിരെ ഒരു ആരോപണം വരുമ്പോൾ ഒരു നിമിഷം പോലും ആലോചിക്കാതെ ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും അത്തരത്തിലുള്ളൊരു നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം പൂർണ്ണമായും ഇരകൾക്കൊപ്പമാണ്, വേട്ടക്കാർക്കൊപ്പമല്ല എന്ന സമീപനത്തിൽ ആവർത്തിച്ച് സർക്കാർ, മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ളവരുടെ പ്രതികരണം വരുന്ന ഒരു സന്ദർഭം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനുശേഷമുള്ള അല്ലെങ്കിൽ അതിനൊപ്പം തന്നെയുള്ള ഈ മലയാളത്തിലെ ചലച്ചിത്ര താരങ്ങളായിട്ടുള്ള പെൺകുട്ടികളുടെ, വനിതകളുടെ ഈ പ്രതികരണങ്ങളൊക്കെയും മറ്റൊരു തലത്തിൽ ഇപ്പോൾ ഈ സിനിമാ മേഖലയിൽ ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട് എന്നതാണ്. ഇപ്പോൾ ഈ കാസ്റ്റിംഗ് കൗച്ച് അടക്കമുള്ള വിഷയങ്ങളിൽ ഒരുപക്ഷെ കുറച്ചുകൂടി നേരത്തെ, കഴിഞ്ഞ ദിവസം ഉർവശി പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയങ്ങളിൽ ഏറ്റവും നേരത്തെ തന്നെ പ്രതികരണം ഉണ്ടാകേണ്ടിയിരുന്ന ഒരു സന്ദർഭമുണ്ട്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ജനറൽ സെക്രട്ടറി തന്നെ ഈ ഒരു നടപടിയിലേക്ക് കടക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ശ്രീ എം എ നിഷാദ്, തീർച്ചയായിട്ടും അതൊരു ശ്ലാഘനീയമായ കാര്യമാണ്. സിനിമാ രംഗത്ത് മാത്രമല്ല, എല്ലാ രംഗത്തും ഇതുപോലുള്ള കമ്മിറ്റികൾ വരണം. അത് സിനിമയിൽ മാത്രമായിട്ട് ഒതുക്കേണ്ട ഒരു കാര്യമാണ്. സ്ത്രീകൾ എവിടെയും ചൂഷണം ചെയ്യപ്പെടാൻ പാടില്ല. സ്വാഭാവികമായിട്ടും സിനിമാ രംഗത്ത് കുറച്ചുകൂടി ഒരു പബ്ലിസിറ്റി കിട്ടുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ മറ്റ് തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്കെതിരെയുള്ള ഇത്തരം നടപടികൾക്കേറെ ശക്തമായ നടപടികൾ നമുക്ക് വേണ്ടത്. അത് മാധ്യമരംഗത്താണെങ്കിലും ശരി, IT മേഖലയിലാണെങ്കിലും ശരി, മറ്റ് സർക്കാർ മേഖലകളിൽ എവിടെയാണെങ്കിലും ഇതിനെതിരെ ശക്തമായ നിയമ നടപടികൾ എന്നാണ് എന്റെ അഭിപ്രായം. ശരി, ശ്രീ എം എ നിഷാദ്, സംവിധായകൻ എം എ നിഷാദാണ് പ്രതികരിച്ചത്. എന്തായാലും സിദ്ദിഖിന്റെ ഈ ഒരു നിലപാട്, നടപടി സ്വാഗതാർഹമാണ് എന്ന നിലയ്ക്കാണ് അമ്മ സംഘടനയുടെ മറ്റു ഭാരവാഹികളുടെ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത്.